പ്രതിഫലനം ആ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ആരോപണ ഒരു കാലമാണ്. ആ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരികൽപ്പനകൾ, അന്നത്തെ സംസ്കാരങ്ങൾ, അന്നത്തെ ഈ നാടുവാഴികൾക്ക് വേണ്ടിയിട്ട് പോരടിക്കുന്ന കഥയൊക്കെ എൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതേ ഉണ്ണിയാർച്ചയെ വടക്കൻ വീരഗാഥയിൽ വരുമ്പോൾ മറ്റൊരു ട്വിസ്റ്റാണ്. ഒരു സ്ത്രീയെ, ഉണ്ണിയാർച്ച എന്ന് പറയുന്ന ബിംബത്തിനെ ഏറ്റവും തേജോവധം ചെയ്യുന്ന തരത്തിലാണ് വടക്കൻ വീരഗാഥയിലെ ഉണ്ണിയാർച്ചയെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് ചന്തുവായിട്ട് വേഷമിട്ടിരിക്കുന്ന മമ്മൂട്ടിയെ അത്തരത്തിലൊരു പരിവേഷത്തിൽ മാത്രമേ ആ സിനിമയിൽ അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എനിക്കതിനെ വ്യക്തിപരമായിട്ട് അതിനകത്ത് വിയോജിപ്പുണ്ട്. എന്നാൽ ഉണ്ണിയാർച്ച അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതെൻ്റെ മറ്റൊരു വെർഷൻ. രണ്ടാമത് പാലേരി മാണിക്യത്തെക്കുറിച്ചാണ്. പാലേരി മാണിക്യം കഥ നടക്കുന്ന പാലേരി, കുറ്റ്യാടി, പേരാമ്പ്ര തുടങ്ങിയിട്ടുള്ള ആ പ്രദേശത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് TP രാജീവൻ്റെ, എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള TP രാജീവൻ്റെ പാലേരി മാണിക്യം. അതിനകത്ത് യാഥാർത്ഥ്യത്തെ തമസ്കരിച്ചുകൊണ്ട് ചില ഒളിച്ചു കടത്തലുകൾ ആ സിനിമയിൽ വന്നിട്ടുണ്ട്. അക്കാലത്ത് ഞാൻ എഴുതിയിട്ടുണ്ടത്, TP രാജീവനായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. അതൊരു കാലത്തെയും ദേശത്തെയും അന്നത്തെ നാടുവാഴി മാടമ്പി വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഫലനമാണ്. അത് ആ കുറ്റ്യാടി പാലേരി ഭാഗത്തിൻ്റെ ചരിത്രപഥങ്ങളിൽ കിടക്കുന്ന ചരിത്രാങ്കണത്തിൽ പൂത്തും കൊഴിഞ്ഞു നിൽക്കുന്ന ചരിത്രത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് ആ സിനിമയെ അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയാണ് അവരെഴുതിയിട്ടുള്ളത്. അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇപ്പം നാളെ ഇവിടെ കളിക്കുന്നുണ്ട് ഭാർഗവീ നിലയം, നീലവെളിച്ചം, അതുപോലെ MTയുടെ നിർമാല്യം, അസത്ത്, നിർമാല്യമൊക്കെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണിത്. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലമാണ്. ഒരു കാലത്ത് ആ സിനിമ നിർഭയമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഈ കാലത്ത് അത് നിർഭയമായിട്ട് ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് സാഹിത്യവും സംഗീതവും നാടകവും എല്ലാം തന്നെ മാറ്റങ്ങൾ, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ എഴുത്തുകാരൻ്റെ ധർമ്മമാണ്. സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് എഴുത്തുകാരൻ്റെ ബാധ്യതയാണ്, ധർമ്മമാണ്, ഉത്തരവാദിത്തമാണ്. എന്നാൽ അങ്ങനെയൊക്കെ ഉത്തരവാദിത്തം നിർവഹിച്ച് വെള്ളിത്തിരയിലും അതുപോലെ തന്നെ അരങ്ങിലും ഒരുപാട് കായിക മേഖലയിലൊക്കെ തന്നെ മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സമൂഹം ഈ കാണുന്ന വെള്ളിത്തിരയിലെ വിഭവങ്ങൾ വിളമ്പുന്ന ആ ഒരു വീക്ഷണത്തിന് അപ്പുറമായി കലുഷമായിട്ട് നിൽക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് കേരളം ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഭീതിതമായിട്ടുള്ളൊരവസ്ഥയാണ്. ആവിഷ്കാരം, സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഒരു സിനിമാ നിർമ്മാതാവിനോ അല്ലെങ്കിൽ അഭിനേതാവിനോ കഥ എഴുത്തുകാരനോ സാഹിത്യകാരനോ നാടകം എഴുത്തുകാരനോ അഭിനേതാവിനോ സ്വതന്ത്രമായി നിർഭയമായി നിൽക്കുവാൻ, സാമൂഹ്യ പ്രശ്നങ്ങളെ തൊടുവാൻ, സമൂഹത്തിൻ്റെ കാതലായിട്ടുള്ള വിഷയങ്ങൾ, അത് പ്രണയമായാലും കാമമായാലും മനുഷ്യബന്ധങ്ങളായാലും തൊഴിലായാലും ചിന്തകളായാലും വിശ്വാസങ്ങളായാലും ഒന്നിനെയും വളരെ ഭയരഹിതമായി നമുക്ക് സമീപിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഇനിയും കോഴിക്കോടിൻ്റെ ചരിത്രം പറയുന്ന കഥാന്തരീക്ഷം, ആ ആയ ഒന്നാണ് ഒരുപക്ഷെ നാം സംസാരിച്ചു തുടങ്ങിയാൽ എവിടെ എത്താതെ പോകുന്ന ഒന്നുമാണ്. ഒരു ദേശത്തിൻ്റെതായ ചരിത്രം അങ്ങനെ സിനിമകളിൽ വളരെ സ്പെസിഫിക്കായി ആവിഷ്കരിക്കപ്പെടുന്നത് വളരെ കുറവാണ് വേറൊരു തരത്തിൽ. അപ്പം അതുകൊണ്ട് അതും കൂടി ഉൾപ്പെടുത്തി ഒരു ഹിസ്റ്ററി പറയാം, ചരിത്രത്തിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ചുരുക്കി പറയാം, 10 മിനിറ്റേ ഉള്ളൂ. 1906 കോഴിക്കോടിൻ്റെ സിനിമാ ചരിത്രം ആരംഭിക്കുന്നത്. തൃശ്ശൂരുകാരനായ പോൾ വിൻസെൻ്റ് ബയോസ്കോപ്പുമായി വന്ന് ഇപ്പോൾ മുതലക്കുളം മൈതാനിയിൽ ഒരു കൂടാരം കെട്ടി അതിൽ ടിക്കറ്റ് വെച്ച് കോഴിക്കോട്ടുകാരെ സിനിമ കാണിച്ചിട്ടുണ്ട്. ആലോചിക്കേണ്ടത് 1896 ആണ് ലോകത്തെ തന്നെ ആദ്യ സിനിമാ പ്രദർശനം വരുന്നത്. അതിൽ നിന്ന് 10 വർഷം കഴിയുമ്പോഴേക്കും കോഴിക്കോട് സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രദർശനമാണ്, കോഴിക്കോട്ടെ ആദ്യത്തെ പ്രദർശനമല്ല. കേരളത്തിലെ തന്നെ ആദ്യത്തെ സിനിമാ പ്രദർശനമാണ്. പോൾ വിൻസെൻ്റ് എന്ന് പറയുന്ന തൃശ്ശൂർക്കാരൻ ഇവിടെ വന്ന് ബയോസ്കോപ്പ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ്. ബയോസ്കോപ്പ് വെച്ച് സിനിമ, ഹ്രസ്വചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതായിട്ട്
അന്ന് മുതൽ കോഴിക്കോടിൻ്റെ സിനിമാ ചരിത്രം ആരംഭിക്കുന്നു എന്ന് വേണം അടയാളപ്പെടുത്താൻ. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴകിയ ചരിത്രം, ഏറ്റവും ആദ്യത്തെ ചരിത്രം ആരംഭിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. പിന്നെ കോഴിക്കോട്ട് വെച്ച് ഞാൻ പറഞ്ഞു എന്നൊരു ചില വിയോജിപ്പുകൾ ആരെന്ത് എന്നുള്ളത് പറയുന്നില്ല. കോഴിക്കോട്ട് വെച്ച് ചിത്രീകരിച്ച സിനിമകൾ കോഴിക്കോടിൻ്റെ സിനിമകളല്ല. അത് നമ്മൾ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ആ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഭൂമിക, കോഴിക്കോടിൻ്റെ ഭൂമിക എന്ന നിലയ്ക്ക് മലയാള സിനിമയിൽ അപൂർവ സിനിമകളെ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മയുള്ളത്, ദീദി മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് കൂടിയായിരിക്കും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അങ്ങാടി എന്ന് പറഞ്ഞ സിനിമയാണ്. അത് കോഴിക്കോട് വലിയ അങ്ങാടിയാണ്. അത് ശരിക്കും കോഴിക്കോടിൻ്റെ സിനിമയാണ്, കോഴിക്കോട്ടെ സിനിമയാണ്. ഇപ്പം ഇന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമ എടുത്താലും അത് മറ്റൊന്നാണ്. കോഴിക്കോട്ടെ പ്രണയകഥയല്ല അത് പറഞ്ഞത്, സാർവലൗകികമായ പ്രണയകഥയെ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ കോഴിക്കോടിൻ്റെ ഹിസ്റ്ററിയിൽ വരുന്ന അങ്ങനെ വരുന്ന ഒന്നല്ല, ഹിസ്റ്ററിയുടെ ഭാഗത്തായി വരുന്ന ഒന്നല്ല, കോഴിക്കോട് വെച്ച് ഉണ്ടായ സിനിമയാണ് എന്ന് പറയാം. പിന്നെ ഓട്ടോ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അത് കോഴിക്കോടിൻ്റെ മാത്രം ഓട്ടോറിക്ഷക്കാരുടെ കഥയല്ല, മറിച്ച് എനിക്കൊക്കെ ബുദ്ധി കുറയ്ക്കുന്നതിന് മുമ്പ് ഉണ്ടായൊരു സിനിമയാണ്. എനിക്ക് അങ്ങനെ ഓർമ്മയില്ല, സ്പെസിഫിക്കായിട്ട് അങ്ങനെ പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഓർമ്മയില്ല എന്തായാലും അത് അങ്ങനെയല്ല. അപ്പോൾ അത് അത്തരം സിനിമകളാണ് ഉണ്ടായത്. ഇനി ആ രീതിയിലേക്ക് വരുമ്പോൾ കോഴിക്കോട്ടെ ആദ്യത്തെ സിനിമാ പ്രവേശനം എന്ന് പറയുന്നത് എസ്.കെ. പൊറ്റക്കാടാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ പുള്ളിമാൻ എന്ന് പറയുന്ന സിനിമ പകുതിയിൽ നിന്നുപോയതാണ്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാകാതെ പോയതിൻ്റെ കാരണം അത് പൂർത്തിയായില്ല എന്നതുകൊണ്ടാണ്. അതായിരുന്നു എന്താ പറയുക, ഭാഗ്യമുണ്ടായിരുന്നുവെങ്കിൽ അതായിരുന്നു കോഴിക്കോട്ടിൽ നിന്നുള്ള ആദ്യത്തെ സിനിമാ പ്രവേശനം. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ബാക്കിയിലേക്ക് വരാം. അതെന്താണെന്ന് വെച്ചാൽ മഹാപ്രതിഭകളായ ചലച്ചിത്രകാരന്മാരെ പറ്റി നമ്മൾ കോഴിക്കോട്ടുകാരായി പറഞ്ഞു തുടങ്ങുമ്പോൾ പലരും കോഴിക്കോട്ടുകാരല്ല. എം.ടി. കോഴിക്കോട്ടുകാരനല്ല, വൈക്കം മുഹമ്മദ് ബഷീർ കോഴിക്കോട്ടുകാരനല്ല, അങ്ങനെ കുറച്ച് ആളുകൾ കോഴിക്കോട്ടുകാരല്ലാതെ. ഇപ്പം ഇന്നലെ ഇവിടെ പങ്കെടുത്ത ശത്രുഘ്നൻ കോഴിക്കോട്ടുകാരനല്ല, അദ്ദേഹം സിനിമയിൽ വന്നിട്ടുള്ള ആളാണ്. കെ.പി. രാമനുണ്ണി സിനിമയിൽ വന്നിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ സിനിമയുണ്ട്, അയാൾ കോഴിക്കോട്ടുകാരനല്ല, പൊന്നാനിക്കാരനാണ്. അവരൊക്കെ പൊന്നാനിക്കാരാണ്. അപ്പം പലരും കോഴിക്കോട്ടല്ല. പക്ഷേ ഇവരൊക്കെ ജോലിക്ക് വേണ്ടി കോഴിക്കോട്ടേക്ക് വരികയും കർമ്മഭൂമിയെ ജന്മഭൂമിയാക്കി, എങ്ങനെയാണ് പറയാ, കർമ്മഭൂമിയെ ജന്മഭൂമിയാക്കി മാറ്റുകയും ചെയ്തിട്ട് മാറ്റിയിട്ട് കോഴിക്കോട് സ്വന്തമാക്കിയ ആളുകളാണ്. കോഴിക്കോട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നാണ് പറയുന്നത്. പത്മരാജൻ മരിക്കാൻ കോഴിക്കോട് വന്നു എന്ന് പറയുന്നൊരു കഥയുണ്ട്. നരേന്ദ്രപ്രസാദ് മരിക്കാൻ വേണ്ടി കോഴിക്കോട്ട് വന്നു എന്ന് പറയുന്നുണ്ട്. കോഴിക്കോട് അങ്ങനെ ഒരു പിടിച്ചു വലിക്കൽ സ്വഭാവമുണ്ട് എന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ കോഴിക്കോട്ടുകാരാണെന്ന് പറയാം നമുക്ക്. ഉറൂബാണ് 1950 പിന്നീട്, അതായത് ഞാൻ പറഞ്ഞത് പൊറ്റക്കാടിൻ്റെ പരാജയപ്പെട്ട സിനിമാ സംരംഭത്തിന് ശേഷം കോഴിക്കോട് നിന്ന് ഒരു സിനിമ പ്രവേശമുണ്ടാകുന്നത് ഉറൂബിൻ്റെ നമ്മുടെ ഇതാണ് അല്ല, അതിന് മുമ്പേ നമ്മൾ 54 സിനിമ നീലക്കൊയിൽ എന്നുള്ള സിനിമയാണ്. നീലക്കൊയിൽ പറഞ്ഞ സിനിമ ഉണ്ടാകുന്നത് കോഴിക്കോട് കടപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ ആകാശവാണിക്ക് തൊട്ട് മുന്നിലിരുന്നിട്ടാണ് ശോഭന പരമേശ്വരൻ നായരോട് ഉറൂബ് 3 കഥകൾ പറയുന്നത്. 2 കഥ അദ്ദേഹം എഴുതിയ കഥയാണ്, രണ്ടും ശോഭന പരമേശ്വരൻ ഇഷ്ടപ്പെട്ടില്ല. മൂന്നാമതൊരു കഥ പറയാം, ആലോചിച്ച് നോക്കണം. അന്ന് കഥ കേൾക്കാൻ വന്ന ശോഭന പരമേശ്വരൻ നായർ എന്ന് പറയുന്നയാള് നീലക്കുയിലിൻ്റെ കീ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അത് ജാതി പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് അല്ലേ. സവർണൻ എന്താ പറയുക, ദളിത് യുവതിയുമായി പ്രണയത്തിലാവുന്നതും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മറ്റും സാംസ്കാരികമായ ഒരുപാട് സമ്മർദ്ദങ്ങൾ കൊണ്ട് സ്വീകരിക്കപ്പെടാതെ പറ്റാതെ വരികയും ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യുന്നു. നീലക്കുയിൽ കണ്ടവർക്ക് അതറിയാം, ഞാൻ അത്ര പറയുന്നില്ല. എന്നിട്ട് പി ഭാസ്കരൻ തന്നെ, സംവിധായകനായ പി ഭാസ്കരൻ തന്നെ അഭിനയിച്ച രാഘവൻ നായർ എന്ന കഥാപാത്രം അവരെ സ്വീകരിക്കുകയും വളർത്തുകയും ചെയ്യുന്ന വളരെ ഉദാരമായ ഒരു ജാതി മതിലിനെ അങ്ങനെ തന്നെ മറിച്ചിട്ട് കളയുന്ന ഒരു നിലപാട് ആ സിനിമയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. 54-ലാണ് കുറിച്ചാണ് ഞാൻ എഴുതിയത് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ വളരെ വളരെ വിലപ്പെട്ടതായിരുന്നു. കാരണം അക്കാലത്ത് എം.ടി. പറയണ അക്കാലത്ത് ഈ അഭിനേതാക്കൾക്കൊന്നും പൈസ കൊടുക്കൂല. എത്ര ഇപ്പോഴല്ലേ കോടികളൊക്കെ വാങ്ങുന്ന, അന്ന് ആർക്കും പൈസ കൊടുക്കൂല, ഭക്ഷണം മാത്രം കൊടുക്കും.
ഭക്ഷണവും താമസം മാത്രം കൊടുക്കും. വലിയ വലിയ നടീനടന്മാർ വന്ന് അഭിനയിക്കുന്നു. അതേപോലെ അന്ന് ട്രോളിയൊന്നും ഇല്ലാത്ത കാലത്ത് അവർ ഈ ലോറിയുടെ ടയറൊക്കെ കൂട്ടിക്കെട്ടി വെള്ളത്തിലൊക്കെ വെച്ചിരുന്നു. നമുക്കൊക്കെ ഉന്തി കൊടുക്കുന്ന പറയുന്നത്. എല്ലാവരും ഇങ്ങനെ ഉന്തി മൂവ് ചെയ്ത് പോകുന്ന അത്തരം ട്രോളികളിലൂടെയൊക്കെയാണ് അന്നും നമ്മൾ ഒരുപാട് ആസ്വദിച്ചിരുന്നു അല്ലേ സിനിമകൾ. പക്ഷെ കോഴിക്കോട് നസ്രീൻ അനിൽ പറഞ്ഞ പോലെ കോഴിക്കോടിനെ കേന്ദ്രമാക്കി സിനിമ ഇല്ലെങ്കിലും നമുക്ക് കോഴിക്കോട് ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ കോഴിക്കോടായിരുന്നു. നല്ല നല്ല സിനിമകൾ. അതിൻ്റെ അപ്പോൾ അഭിനേതാക്കൾക്കും വലിയ ഇഷ്ടമാണെന്നാണ് പറയുന്നത് കോഴിക്കോട്ട് വരാൻ. കാരണം നമ്മുടെ ഭക്ഷണം, നമ്മുടെ ആതിഥ്യം, നമ്മുടെ സ്നേഹം, കോഴിക്കോട്ടുകാരുടെ സ്നേഹം ഇതൊക്കെ അനുഭവിക്കുന്ന പിന്നെ എന്താ പറയുക സിനിമയുടെ രംഗത്തുള്ള ആളുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ ഇവിടെ സിനിമയ്ക്ക് തന്നെ പേര് കേട്ട ഹോട്ടലുകളുണ്ട് അല്ലേ. പിന്നെ അത് കടകാപുരി, മഹാറാണിക്ക്, ഹോട്ടൽ മഹാറാണിക്ക് എത്രയോ കാലങ്ങളായിട്ട് സിനിമക്കാരുടെ കേന്ദ്രമാണ്. അതിൻ്റെ അടുത്താണ് എൻ്റെ വീട് പുതിയറയിൽ. അപ്പോൾ അങ്ങനെ അതേപോലെ എസ് കെ പൊറ്റക്കാടിൻ്റെ അയൽവാസിയാണ് ഞാൻ. അപ്പോൾ എസ് കെയിലൂടെയും പിന്നെ എൻ്റെ അച്ഛനൊക്കെ നിർമാല്യം എന്ന സിനിമ വന്ന സമയത്ത് അതിന് നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് MTക്ക് സ്വീകരണം കൊടുത്തിരുന്നു. അന്ന് മഹാറാണിയിൽ വെച്ചിട്ടുണ്ടായ പരിപാടിയിൽ എന്തൊരു ജനക്കൂട്ടായിരുന്നു എന്നറിയാം. ഇന്നും നമ്മുടെ നാട്ടിൽ സിനിമ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചെല്ലും.